തന്നെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സെയിൽസ് ക്ലോസിംഗ് ആണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനും ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡറുമായ യൂനസ് സാറാണ്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എല്ലാം അനുഭവത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം യൂനസ് സാർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. എന്നോട് പരിചയപ്പെടുത്തി, എന്റെ പേര് യൂനസ്. സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന ഭാഗത്താണ്. കുറച്ചു നാളുകളായി ഈ വൈറ്റം ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകുന്നു. ഇഷ്ടാനുകളുണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ ഒരു പ്രഭാതം നമുക്ക് സമ്മാനിച്ച ജഗദീശ്വരനെ ഒരിക്കൽ കൂടി ധ്യാനിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇന്നിവിടെ എന്നെ പരിചയപ്പെടുത്തി മറ്റാരുമല്ല, ശ്രുതി ആലപ്പുഴ. ശ്രുതി ആലപ്പുഴ ഒരു നിസ്സാരക്കാരിയൊന്നുമല്ല. ഒരു ഫിനാൻസ് മേഖലയിൽ വളരെയധികം ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ടീം ലീഡറായി നിന്നുകൊണ്ട് ഫിനാൻസിനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ധീര വനിതയാണ്. കുറച്ചു നാളുകളായി ഞാൻ പരിചയപ്പെട്ടിട്ട്, അധിക നാളൊന്നുമല്ല, ഇപ്പൊ സുജാമോളായിട്ടൊരു 100 ദിവസത്തിനടുത്ത വരുമ്പോൾ അതിന്റെ പകുതിയോളമായിട്ടുള്ളൂ ശ്രുതിമാടായിട്ട് പരിചയപ്പെട്ടിട്ട്. വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് ഭർത്താവിന് മേടിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് ആ ഒരു മേഡത്തിന് കൊടുത്തത്. അങ്ങനെ ഏറ്റെടുത്ത് ഇന്ന് നമ്മുടെ ഒരു കുടുംബാംഗമായിട്ട് സഞ്ചരിക്കുന്നു. പവർഫുൾ ലേഡിയാണ്. വരുന്ന ആളുകളിൽ നല്ലൊരു കോടീശ്വര പദവിയിലേക്ക് ആ ഫാമിലി എത്തിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കണം. എന്നാൽ ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെയിൽസ് ക്ലോസിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇത് തന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മനുഷ്യപ്പറ്റുള്ള മനുഷ്യത്വം എന്താണെന്ന് കാണിക്കുന്ന, ഒരു ടീമിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, ഗ്രേറ്റ് മെന്റർ, നമ്മുടെ എല്ലാം വഴികാട്ടിയുമായ ഒരു കുഞ്ഞു മനുഷ്യനായ നമ്മുടെ ഡാനി സാറാണ്. അദ്ദേഹം ഇന്നലെ വിളിക്കുന്നു, യൂണിവേഴ്സിറ്റി നാളത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, അതൊന്ന് സെയിൽസ് ക്ലോസിംഗ് ആയിരിക്കണം വിഷയം എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഏതാണ്ട് ഒരു 1:30-1:45 വീട്ടിൽ വരുമ്പോൾ, ആലപ്പുഴയായിരുന്നു എന്റെ വർക്ക്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് ഞാൻ ലൈവായിട്ട് വന്നു എങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യത്തെ അത്രമാത്രം ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സെയിൽസ് ക്ലോസിംഗ് ആണ് ആ ടോപ്പിക്കിന്റെ പേരെങ്കിലും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സെയിൽ ഓപ്പണിംഗ് ആണ് എന്നുള്ളതാണ്. അത് എന്താണെന്ന് ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്ന കാര്യത്തിൽ വിയോജിപ്പുണ്ടാവാം, യോജിപ്പുണ്ടാവാം, എന്തെന്ത് ആണെങ്കിൽ തന്നെ എന്നെ അറിയിക്കാം. പക്ഷെ നമ്മൾ ഈ വിഷയത്തിലോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒറ്റയടിക്ക് ചെന്ന് ഒരു സെയിൽ എടുത്തുകൊണ്ട് വരികയല്ല. അതിന് വേണ്ട കുറച്ച് മുൻകരുതലുകൾ, കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് വേണം. അതിന്റെ ഏതാണ്ട് 1990 കാലഘട്ടം മുതൽ നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടായിരിക്കെ അതിന് നമ്മുടെ വലിയ ലെജൻഡറികളായ വലിയ പേഴ്സണാലിറ്റികൾ നമുക്ക് വേണ്ട ഒരു 28-29 നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലിട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു സെയിലിലേക്ക്, ഒരു ഓപ്പണിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടെന്ന്. അതൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. കാരണം എനിക്ക് എന്റേതായ ഒരു ശൈലിയിലൂടെ ഞാൻ ഈ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത്. എന്നാൽ നമ്മുടെ ടീം ലീഡേഴ്സ്, സക്സസ് ആയ ലീഡേഴ്സ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന ആ വഴികളെയും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെയിൽസ് ക്ലോസിംഗ് എന്നൊരു വാക്ക് ഞാൻ മാറ്റിയത് സെയിൽസ് ഓപ്പണിംഗ് എന്ന് ഞാൻ സെയിൽസ് ഓപ്പണിംഗ് ആണ്, സെയിൽസ് ഓപ്പണിംഗ് എന്ന് ഞാൻ സംസാരിക്കുന്നത്. 2 കാരണമാണ്. ഒന്നെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടി നമുക്ക് ആ ഏരിയയിൽ ഒന്നുകൂടി ചെല്ലാനുള്ള ഒരു അവസരം. അതല്ല എങ്കിൽ ആ റിസൾട്ടിലൂടെ നമുക്ക് പുതിയൊരാള് നമ്മളോട്ട് കിട്ടുന്ന ഒരു അവസരം. ഞാൻ അതിലേക്ക് ഞാൻ കടന്നു വരാം. അതുകൊണ്ട് തന്നെ സെയില് ഒരു ഓപ്പണിംഗ് ആണ്. എന്നാൽ അതിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു ബിസിനസ് എടുക്കുന്ന സാഹചര്യത്തില് നമുക്ക് കൃത്യമായ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്ത
എന്നിൽ മാത്രം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തെങ്കിലും അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശബ്ദിക്കാം, തിരുത്തേണ്ടത് തിരുത്താം, മുന്നോട്ട് പോകാം. അപ്പൊ ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന് പറയുമ്പോൾ അടിവരയിട്ടൊരു കാര്യം പറയാണ്, ലിസ്റ്റ് ഇല്ലാത്ത കുറച്ച് ആളുകളുടെ പേര് എഴുതി വെച്ചിട്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരാളുടെയും കൂടെ നിങ്ങൾ സപ്പോർട്ടിങ്ങിനോ ബിസിനസ്സിനോ വർക്കിനോ പോകരുത് എന്നൊരു വാക്ക് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. കാരണം നമ്മളൊരു കുടുംബത്ത്, നമ്മളൊരു പണിക്കാരനായി നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, മേസൺ പണി തന്നെ എടുത്തോളൂ, ഒരു മേസൺ പണിയായിട്ട് നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കോട്ട് ഉണ്ടായിരിക്കണം, മുഴക്കോൽ ഉണ്ടായിരിക്കണം, ഒരു ചട്ടി ഉണ്ടായിരിക്കണം, കൊലശേഖരണം അങ്ങനെ എന്തോ ആ ഒരു സാധനം ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ എന്ത് പണിക്കാണോ പോകുന്നത് ആ പണിയുമായി ബന്ധപ്പെട്ട പണിയായുധം നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ ആ വീട്ടിൽ ചെന്നിട്ട് ചേട്ടാ ഒരു കോട്ട് തരുമോ, ഒരു ചട്ടി തരുമോ, ഒരു കൊട്ട തരുമോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുന്ന വീട്ടിലേക്ക് നമ്മൾ എന്തിനാണോ പോകുന്നതെന്നുള്ള നാട് എഴുതി നമ്പർ എഴുതി കൃത്യമായിട്ട് ചെയ്തിട്ട് അവരെ വിളിച്ചോ, ഇവരെ വിളിച്ചോ, വീട്ടുകാരെ വിളിച്ചോ, പെങ്ങടെ മക്കളെ വിളിച്ചോ, ആങ്ങളുടെ മക്കളെ വിളിച്ചോ, അമ്മാന്റെ ഇങ്ങനെ ഓരോ ലിസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് വിളിക്കാൻ തയ്യാറായിട്ടും വീണ്ടും വീണ്ടും നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. എന്തിനു വേണ്ടി? ഒരെണ്ണമെങ്കിലും വിട്ടു പോയിട്ടുണ്ട് എങ്കിൽ കുടുംബത്തിൽ വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. എന്നെ വിളിച്ചില്ല, അവരെ വിളിച്ചില്ല, ഇവരെ വിളിച്ചു, അങ്ങനെയുള്ള കുറെ ചർച്ചകൾ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു നിസാര കാര്യത്തിന് വേണ്ടി പോലും നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കി ആളുകളെ വിളിക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ വലിയൊരു എന്റർപ്രണർ ആവാൻ ആഗ്രഹിച്ച് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് വിജയിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഇല്ല എങ്കിൽ ഈ വഴി വളരെ ദുർഘടം പിടിച്ച ഒരു പാതയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ എത്ര പേരുടെ ലിസ്റ്റ് വേണം എന്നൊരു ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തില് നമ്മുടെ അച്ഛന്റെ വക, അമ്മയുടെ വക, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ വക എല്ലാ സുഹൃത്തുക്കളെയും ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവരെയും അറിയാം, അവരെല്ലാവരുടെയും ലിസ്റ്റ് റെഡിയാക്കിക്കൊണ്ട് നമ്മുടെ നെയ്ബേഴ്സിനെ എടുക്കുക, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ എടുക്കുക, അങ്ങനെ ആരൊക്കെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കൂ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്യുക. നമ്മളൊരു വീട്ടിലെ ഒരു ഫംഗ്ഷന് വേണ്ടി ഒരു 500 1000 ആളുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് കേവലം ഒരു 200-250 ലിസ്റ്റ് എടുക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി, ഈ വയോട്ടോറിയം എന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ ജനങ്ങളിലേക്ക് കൊടുത്ത് റിസൾട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മിനിമം ഒരു 250 പേരുടെ ലിസ്റ്റ് എങ്കിലും ഇതിനു വേണ്ടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് എടുത്താൽ മാത്രമാണ് നമ്മൾ സക്സസ് വേയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു ലിസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നീഡ് എന്നൊരു കാര്യം അവിടെ ആഡ് ചെയ്യണം. എങ്ങനെ? അത് അത്യാവശ്യക്കാരനായ ഒരു 10, 20, 30 പേര്, ഒരു 250 പേരുടെ ലിസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഒരു 20 പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുക. 20 ഞാൻ പറഞ്ഞതാണ്, അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം. അങ്ങനെ അത്രയും പേരെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും വേഗം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെന്ന് നോ പറയില്ല എന്ന് ഉറപ്പുള്ള ഒരു 20 പേരെ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് തരുന്ന അപ്ലൈൻ ഏതാണോ, അപ്ലൈൻ എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് അപ്ലൈൻ ഉണ്ടാകും, ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും. എന്നാൽ ഒരു പക്ഷേ എങ്കിൽ ആ അപ്ലൈന് നമുക്ക് പറഞ്ഞു തരാൻ, ചെയ്തു തരാൻ അറിവ് കുറവുണ്ട് എങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന ഏത് ലീഡറാണോ, അപ്ലൈന്റെ മുകളിലുള്ള അപ്ലൈൻ ആവാം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലീഡർ ആകാം, ആരാണോ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തരുന്നത് ആ ലീഡറുമായി വേണം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ. അങ്ങനെ നമ്മൾ ആ ലീഡറിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് എന്ന ആ ഒരു 10, 20, 30 ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെന്ന് നമ്മളോട് നോ പറയില്ല എന്ന പൂർണ്ണബോധ്യം നമുക്കുള്ള ആ ഒരു ലിസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ലിസ്റ്റിലേക്ക് നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് ഡിഫോൾട്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന്, എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടതെന്നത്, എവിടെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി തന്നെ മെനയേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം വരും. കാരണം നമുക്കറിയാം
ഞാൻ പറഞ്ഞാൽ ചങ്ക് പറിച്ചു തരുന്ന ഒരു 20 പേരോടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ പോയത് എന്ന് നമുക്കൊരു അടിയുറച്ച വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം മുന്നിൽ വച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പക്ഷേയെങ്കിൽ നമ്മൾ വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ 20 പേരും നമ്മളോട് നോ പറയും. അപ്പൊ എന്താവും കാര്യങ്ങള്? അതായത് നമ്മൾ 20 പേര് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് എടുക്കുമെന്ന്, നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുമെന്ന്, നമ്മുടെ കൂടെ സഞ്ചരിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ ചങ്കായിട്ടോ അല്ലെങ്കിൽ അതിലപ്പുറമായിട്ടോ ഉള്ള ഒരു 20 പേരിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ 1, 2, 3 കയറി 20ാമത്തെ ആക്കിടെ അടുത്തെത്തുമ്പോഴും ആ 20 പേരും നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ എന്താണെന്നും അവരെന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അവിടെയാണ് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാകുന്നത്. അപ്പൊ 20 പേര് നോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് ബിസിനസ്സും വേണ്ട, ആർക്കും കൊടുക്കുകയും വേണ്ട, ഞാൻ പറഞ്ഞത് അംഗീകരിച്ചില്ല എന്ന് ആർക്ക് തോന്നുന്നുണ്ടോ അവര് ഈ ട്രാക്കിന് പുറത്താ. അതേ സമയത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തികളോടാണ് ഒരു വ്യക്തി നോ പറയുന്നതെങ്കിൽ അവർ കാണുന്ന ഒരർത്ഥം അതിന് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. പക്ഷെ മലയാളികളായ, അറിവിന്റെ നിറകുടങ്ങളായ, അഹങ്കാരികളായ, എല്ലാം തികഞ്ഞ നമ്മളിലേക്കാണ് നോ എന്നൊരു വാക്ക് വരുന്നതെങ്കിൽ എല്ലാം നശിച്ചു, എല്ലാം തീർന്നു, എല്ലാം തകർന്നു, ഇനി മുന്നോട്ട് സഞ്ചരിക്കാനില്ല എന്നൊരു അർത്ഥം മാത്രമാണ് അവിടെ എടുക്കാൻ സാധിക്കുന്നത്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ എന്നെ തന്നെ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളുമാണ്. അപ്പൊ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊരു വാക്കിനെ നമ്മൾ അതേ രീതിയിൽ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ 20 പേര് നോ പറഞ്ഞുവെങ്കിലും നമുക്ക് ഒരു 200, 250 പേരുടെ ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡയറി ഉണ്ട്, നമ്മളൊന്ന് റിലാക്സ് ആയി, ഒന്ന് അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പോയി, പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോയി, ചർച്ചയിൽ പോകുന്നവർ ചർച്ചയിൽ പോയി, അതല്ല നമ്മുടെ ഭാര്യയുടെ അടുത്തോട്ട് ചെന്നിട്ടാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക്, അച്ഛൻ്റെ അടുത്ത്, എവിടെയാണോ നമ്മൾ ചെന്നാൽ നമുക്കൊന്നും ഒരു മനഃശാന്തിയും മനസ്സമാധാനവും ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതെങ്കിൽ അവിടെ പോയി ഒന്ന് മനസ്സിനെ ക്ലിയർ ചെയ്തുകൊണ്ട് പറയുക, ഞാൻ വിശ്വസിച്ച, എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ കരുതിയ 20 പേര് എന്നോട് നോ പറഞ്ഞുവെങ്കിൽ എന്റെ കയ്യിലുള്ള 250 ലിസ്റ്റിൽ നിന്നും 20 പേരെ മാത്രം ഒരു മാർക്ക് ചെയ്തുകൊണ്ട് അവരെ വേറൊരു പേജിലേക്ക് എഴുതി വെക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ വിളിച്ച് പ്രൊഡക്റ്റ് മേടിക്കുന്ന രീതിയിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കുമെന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അവരുടെ ആ 20 പേരുടെയും ലിസ്റ്റ് വേറൊരു പേജിലേക്ക് എഴുതി വെക്കുക. നമ്മൾ എഴുതിയിരിക്കുന്ന ഡയറിയുടെ ഏറ്റവും ലാസ്റ്റ് പേജിലേക്ക് തന്നെ എഴുതി വെക്കാം. അത് ഞാൻ വേറെ കാരണം കൂടി പറഞ്ഞുതരാം. അങ്ങനെ അതിൽ നിന്നും 230 പേര് നിൽക്കുന്ന ബാലൻസ് ഷീറ്റിൽ നിന്നും വീണ്ടും അതിൽ നിന്നും ഏറ്റവും നല്ലത് എന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു 10 or 20 പേരുടെ ലിസ്റ്റ് വീണ്ടും നമ്മൾ എടുക്കുന്നു, നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാകുന്നു. ആദ്യം കണ്ട 20 പേരുടെ മുഖം നമ്മുടെ മുന്നിൽ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ആ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖങ്ങളെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു 20 പേരിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അവിടെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം വേറൊന്നല്ല, അവിടെ ഒരു യൂണിവേഴ്സൽ സിസ്റ്റമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പ്രപഞ്ചശക്തി കാണുന്നു, അതിനൊരു ഇടപെടൽ വേണമെന്ന പ്രപഞ്ചശക്തിക്ക് മനസ്സിലാകുന്നു. 20 പേര് നമ്മളോട് നോ പറഞ്ഞപ്പോൾ നമ്മൾ തളർന്നിട്ടില്ല എന്ന് അവരെ കാണിക്കാൻ, അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നമ്മൾ വിളിച്ചു പറയാണ്, ഞാൻ തളരാൻ, ഞാൻ തോൽക്കാൻ, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ആ അടുത്ത 20 പേരുടെ ലിസ്റ്റ് എടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക് നമ്മളൊരു ഫ്ലവറായി മാറിക്കഴിഞ്ഞാൽ തേനുകരാൻ വരുന്ന വണ്ടികളെ പോലെ നമ്മളിലേക്ക് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇടയ്ക്ക് ഫോളോ അപ്പ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് മറ്റ് 20 പേര് ഓട്ടോമാറ്റിക് നമുക്ക് കയറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 20 പേര് നോ പറഞ്ഞു, നെക്സ്റ്റ് 20 പേരെയും കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവരായിരിക്കും ഒരു പക്ഷെ നമ്മുടെ കൂടെ നിന്ന് സഞ്ചരിക്കുന്നത് എന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത അതാ. അങ്ങനെ അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു, അവരെ ഹാപ്പിയാക്കി, ഹാപ്പി കസ്റ്റമേഴ്സേക്കായി. അവര് ഒരാൾ മാത്രമായിരിക്കില്ല, അവരുടെ വീട്ടുകാരെല്ലാവരും ഹാപ്പി ആയിരിക്കാം പ്രൊഡക്റ്റ് കൊണ്ട്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് അത്രമാത്രം സംസാരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് ആണ് രാജാവ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെതിരെ കൂക്കി വിളിക്കുന്ന, കല്ലെറിയുന്ന, കളിയാക്കുന്ന, മാറ്റി നിർത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. കാരണം നല്ലതിലേക്ക് അടുപ്പിക്കാനും വളരെ പ്രയാസ. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ
പയ്യന്റെ കൂടെ വീട്ടുകാരൊക്കെ കണക്ക് കൂട്ടി അധികം ആളുകളൊന്നും വിളിക്കാതെ വിവാഹം കഴിച്ച് വിട്ടാൽ ഒരു പക്ഷെ ഞാൻ പോലും അറിഞ്ഞുകൊള്ളുമെന്ന് നിർബന്ധമില്ല. അതേ സമയത്ത് ആ കുട്ടി ഒളിച്ചോടി പോയതാണ് എങ്കിൽ കേരളത്തിന്റെ എവിടെയെങ്കിലും ഞാൻ ബിസിനസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ പോലും വിളിച്ചു പറയാൻ ആളുകൾ ഉണ്ടാകും. അതാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ മുന്നിലുള്ളവരുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നെഗറ്റീവിനെ ഏറ്റവും കൂടുതൽ സ്പ്രെഡാക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബെഡ് കച്ചവടക്കാരൻ പോകുന്നുവെന്നോ അല്ലെങ്കിൽ ബെഡ് കച്ചവടക്കാരി പോകുന്നുവെന്നോ ഡോക്ടർ പോകുന്നുവെന്നോ രോഗം മാറ്റുന്നവൻ പോകുന്നുവെന്നോ അങ്ങനെ പല വാക്കുകളും നമ്മുടെ നേരെ പറയാൻ, പല അമ്പുകളും നമ്മുടെ നേരെ ചെയ്യാൻ സമൂഹം തയ്യാറായി നിൽക്കുന്നത്. ഇവിടെയൊന്നും നമ്മൾ വിട്ടുകൊടുക്കാതെ ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, നാളുകളിലേക്ക് നീ എല്ലാം തിരിച്ചു പറയുന്ന ഒരു അവസരം എന്റെ മുന്നിലുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറാവാൻ പറ്റും. നമ്മൾ ഒരു ടച്ച് മീ നോട്ട് ആകാതിരിക്കുക എന്നുള്ളതാണ്, ഒരു തൊട്ടാവാടിയായി പോകാതിരിക്കുക എന്നുള്ളതാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, പ്രൊഡക്റ്റിനെ കുറിച്ചായിക്കോട്ടെ, നമ്മുടെ ഫീൽഡിനെ കുറിച്ചായിക്കോട്ടെ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാനിത് മുന്നോട്ട് സഞ്ചരിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമുക്ക് പരിപൂർണമായ രീതിയിലേക്ക് സക്സസിലേക്ക് എത്താൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ 2 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു ഇൻവിറ്റേഷന്റെ അത്യാവശ്യമുണ്ട്. ഇൻവിറ്റേഷൻ നമ്മൾ ഒരാളെ വിളിക്കുന്ന വിളിയാണ്. ആ ഇൻവിറ്റേഷനിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മളൊരു സ്റ്റേജ് ക്ലോസിലോട്ടൊന്നും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റേജ് ഓപ്പണിംഗിലേക്കൊന്നും എത്തിയിട്ടില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഏറ്റവും നല്ലത് ഫോണിലൂടെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. എത്ര അറിയുന്ന ഫ്രണ്ട്സ് ആയാലും, എത്ര അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളായാലും അവരോട് നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ബിഹേവ് ചെയ്യുക. ചിലരുണ്ട് ഒരു കാര്യത്തെ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോ മച്ചാനെ, എടാ, മുത്തേ, നിങ്ങളുടെ സുഹൃത്തിനെ ആദ്യമായി കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ പിന്നെ ആ സുഹൃത്തിന്റെ കൂടെ എങ്ങനെയാണോ നിങ്ങൾ എന്ത് പറഞ്ഞാണോ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുക. ഇപ്പൊ ഞാൻ രാഘവൻ സാറായിട്ട് ഒരു ചെറുപ്പകാലം മുതൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കെ, പ്രായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നുകൊണ്ട് ഒരു ഏടാ പോടാ ബന്ധമാണെന്നിരിക്കെ രാഘവൻജിന്നോ രാഘവൻ ചേട്ടാന്നോ എങ്ങനെയാണോ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിളി, രാഘവൻ സാറിനെ എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാഘവൻ ചേട്ടാ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മുന്നിൽ അവസരം കിട്ടുമ്പോൾ അവിടെ രാഘവൻ സാർ എന്നല്ല പറയേണ്ടത്, രാഘവൻ ചേട്ടാ എവിടെയുണ്ട്, എന്താ വിശേഷമൊക്കെ, അപ്പൊ വിശേഷങ്ങളെന്ന് പറയുന്നു. ഓക്കെ, രാഘവൻ ചേട്ടാ എനിക്കൊന്ന് വരണം, എനിക്കൊന്ന് കാണണം. അപ്പൊ അയ്യോ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, അതെ എനിക്കൊന്ന് അത്യാവശ്യം ഒന്ന് കാണണം. അപ്പൊ അത് ഇന്നാണോ നാളെയാണോ? ഒരൊറ്റ ചോദ്യം, ഇന്നാണോ നാളെയാണോ? രാഘവൻ ചേട്ടൻ അറിയാതെ പറഞ്ഞു പോകും. നമുക്ക് ഇന്നാണെങ്കിൽ കാണാം, നാളെ ഞാൻ ഒരു പെങ്ങളുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെങ്ങളുടെ ഒരു മകളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു യാത്രയിലാണ്, അവിടെ നാളെ കാണാം, അല്ല നാളെ കാണാൻ സാധ്യത, ഇന്നാണെങ്കിൽ കാണാം. അതല്ലെങ്കിൽ ഇന്ന് കാണാൻ പറ്റില്ല, നാളെ കാണാം. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ കിട്ടി. അത് ആ ഒരു ടൈമിൽ നമ്മൾ മുതലെടുക്കുക. അങ്ങനെ നേരെ രാഘവൻചേന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ അപ്പിളി നമ്മുടെ കൂടെ ഉണ്ടാകും. എന്തിനും ഏതിനും പോകുന്ന നമ്മുടെ അപ്പിളിനോട് ചെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾ നേരത്തെ സഞ്ചരിച്ച ഒരു യാത്രയില് ഒരു കുടുംബത്തിൽ കയറി ചെല്ലാണ്. ആ കുടുംബത്തിൽ കയറി ചെന്നിട്ട് അവിടുത്തെ പണിക്കാരൻ, അവിടെ മുതലാളി ഉണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്. പണിക്കാരനെ വിളിച്ചിട്ട് പറയുന്നത് ഈ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് അവിടെ പറഞ്ഞ ആ സമയം തന്നെ അവിടെ എല്ലാം ഫ്ലോപ്പായി പോയി. കാരണം മുതലാളി കാശ് കൊടുക്കുന്ന മുതലാളിയുടെ തൊഴിലാളിയെയാണ് നമ്മൾ സാറ് എന്ന് വിളിച്ച് അവിടെ ചെന്നിരിക്കുന്നത്. എങ്ങനെയും അർത്ഥം മുതലാളിക്ക് ഇഷ്ടപ്പെടുവോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ട് ചില വാക്കുകൾ ആ അദ്ദേഹത്തെ, എന്നാൽ അവർ എടാപോട ബന്ധമാണ്, ചേട്ടാന്ന് വിളിക്കുന്ന ബന്ധമാണ്. എന്നാ ചേട്ടാ ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്, എന്നാ അവിടുത്തെ മുതലാളിയോട് സാറിനോട് സാറ് ഞാൻ സുഹൃത്തിനൊന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കാര്യങ്ങളും ഓക്കെ ആയേനെ. പക്ഷെ ആ മുതലാളിയുടെ മുന്നിലേക്ക് ഞാൻ ഈ സാറിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആഹാ, എന്റെ പണിക്കാരനായി എന്റെ വേലക്കാരനായി ഇദ്ദേഹം ഇവിടുത്തെ സാറോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ സംസാരിക്കാൻ വേദിയില്ലാതെ നഷ്ടപ്പെട്ട സാഹചര്യവും നമ്മുടെ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ എന്താണോ ബിഹേവ് ചെയ്യേണ്ട രീതി അത് നമ്മളിലേക്ക് ഒരു കോമൺ മൈൻഡിൽ, കോമൺ സെൻസിൽ നമ്മളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു ചെന്നു കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ വളരെ സിമ്പിൾ ആണ്, എന്നാൽ വലിയ പ്രോബ്ലമാണ് ഇൻവിറ്റേഷൻ. എത്ര വലിയവനെ ആയാലും ഫോണിലൂടെ മാത്രം നമ്മൾ സംസാരിക്കുക, എനിക്കൊന്ന് കാണണം ഇന്നോ നാളെയോ, ഒറ്റ ചോദ്യം.
ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് ഓപ്ഷൻ തന്നു. പിന്നെ അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ വീട്ടിൽ ഇവരെങ്ങനെ ചായ കുടിച്ചോ, ഇവിടെ പോയി നാളെ എന്താ പരിപാടി, ഇന്നെന്താ പരിപാടി, വേറെ സംസാരമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകരുത്. ആ ടോക്ക് ബ്ലോക്ക് ചെയ്ത് കളയണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റു കാര്യങ്ങൾ പിന്നെ സംസാരിച്ചാൽ, അല്ല നീ എന്താ വിളിച്ചത്, എന്താ യൂണിസ്മാൻ നിങ്ങൾ പറയാം എന്തായിരുന്നു. അപ്പൊ രാജേട്ടൻ പിന്നെ പറയാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പറഞ്ഞു കഴിയുമ്പോ രാജേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് യൂണിവേഴ്സിറ്റി അത് ശരിയാവൂല, അത് ഞാൻ നാളുകൾക്ക് മുമ്പ് കേട്ടേക്കണതാ. അവസരം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് തന്നെ വിളിക്കുന്ന ഒറ്റ വാക്കിൽ തീർക്കുക, രാജേട്ടാ എനിക്കൊന്ന് കാണണം നിങ്ങളെ, ഇന്നോ നാളെയോ. അവർ അവസരം തന്നു, ഓക്കെ അതായത് ഇത്തിരി തിരക്കിലാട്ടെ ഞാൻ തിരിച്ചു വിളിക്കാം. ഒരു തിരക്കും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഒരു പക്ഷെ നമ്മള് ബെഡിലേക്ക് ചാഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പോവായിരിക്കും, അതല്ല എവിടെയെങ്കിലും റിലാക്സ് ചെയ്യാൻ പോവായിരിക്കും. എന്നാൽ പോലും രാജേട്ടാ ഞാൻ വിളിക്കാം, ഇത്തിരി തിരക്കുണ്ട്, അത് കട്ട് ചെയ്തേക്കുക. പിന്നീട് രാഘവൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു സമയത്തിന് നമ്മൾ മുന്നോട്ട് ചെയ്യുക, കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. അതേ രീതിയിലാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. പിന്നെ എന്താണ്, നമ്മൾ ആ വീട്ടിലോട്ട് ചെല്ലുന്നു, അവിടെ ഞാൻ ആദ്യം പറഞ്ഞ സെയിൽസ് ഓപ്പണിംഗിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു 29ഓളം നിയമങ്ങൾ നമ്മുടെ മുന്നിൽ ലെജൻഡറി ആയി പോയിരിക്കുന്ന ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നെറ്റ്വർക്കില് എങ്ങനെയാണ് ഒരു സെയിൽ ക്ലോസ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളവൻ ആ വാക്കിനെ ക്ലോസിംഗ് എന്ന് മാറ്റിയിട്ട് ഓപ്പണിംഗ് എന്ന് ആക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ എവിടെ സെയിൽ ഓപ്പൺ ചെയ്താലും ഞാൻ എന്റെ ഗ്രൂപ്പുകളിൽ ഞാൻ ഇടുന്നത് ന്യൂ ഓപ്പണിംഗ് എന്ന് മാത്രമാണ്. എന്നോട് എന്റെ പാർട്ട്നേഴ്സ് പലരും ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും സാറെ ക്ലോസിംഗ് എന്നാണല്ലോ ഇട്ടേക്കണത്, സാർ എന്താ ഓപ്പണിംഗ് എന്ന് ഇട്ടേക്കണത്. അപ്പൊ അത് തന്നെയാണ് ഞാൻ ആദ്യം പറയാൻ തുടങ്ങിയ കാര്യം. ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു വീട്ടിലെ ഇന്ദിര മാമിന്റെ അടുത്ത് ഞാൻ വന്നു, ഇന്ദിര മാമിന് ഞാൻ ഈ പ്രൊഡക്റ്റ് തരികയാണ്. ഇന്ദിര മാം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഫോളോ അപ്പിന് വരാൻ അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങൾ അന്വേഷിച്ച് വരാൻ എനിക്ക് ആ ഏരിയ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ്. അതാണ് ഞാൻ ഓപ്പണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ദിര മാമിനെ ഞാൻ കണ്ടു, ഒന്ന് ഫോളോ അപ്പ് ചെയ്തു. ഇന്ദിര മാമിന് അത് എന്നോട് ഇഷ്ടമായി. കാരണം പ്രൊഡക്റ്റ് തന്ന ഒരാള് വീണ്ടും അന്വേഷിച്ച് വന്നല്ലോ. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇന്ദിരമാമിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഇന്ദിരമാം ഞാൻ ഇതിൽ പോയപ്പോ കയറിയതാ. സ്വാഭാവികമായിട്ടും എനിക്കറിയാം ഇന്ദിരമാമിന്റെ പൊട്ടൻഷ്യൽ ഒടുക്കത്തെ കഴിവുള്ള ഒരു വലിയൊരു ലേഡി ആയതുകൊണ്ട് തന്നെ എന്റെ ലക്ഷ്യം ഇന്ദിരമാമിനെ ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ അതിലെ പോയ സാഹചര്യത്തിൽ ഇന്ദിരമാം ഞാൻ ഇതിന്റെ വേറൊരാളെ കാണാൻ വേണ്ടി പോയതാ. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ ചെറിയ നുണയൊക്കെ പറയാം വിജയത്തിന് വേണ്ടി, ആരും തകർക്കാനല്ലല്ലോ, നമുക്കൊന്ന് വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഞാൻ ഇന്ദിരമാമിനെ കയറി അവിടെ കണ്ടു. ഇന്ദിരമാമ ഞാൻ പോയ വഴിക്ക് കയറിയതാ, എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, കയ്യിലൊക്കെ കെട്ടുന്നില്ലേ, വെള്ളം കുടിക്കുന്നില്ലേ ചോദിക്കുമ്പോ ഇന്ദിരമാമിന് ഒന്നുകൂടി ട്രസ്റ്റ് ഫീൽ ചെയ്തു. ഈ കൊച്ചി സാധനം തന്നിട്ട് അവൻ ഇപ്പൊ 2 പ്രാവശ്യം വന്നല്ലോ. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മേടിച്ച് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടില്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മുതലുണ്ട്. എന്നാൽ പോലും 10 പൈസ ഗുണമില്ലാത്ത, ഒരാളും അന്വേഷിച്ച് വരാത്ത, കേടായി പോയോ നഷ്ടപ്പെട്ടോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാത്ത ഈ ഒരു സാഹചര്യത്തില് ഞാൻ ഈ മേടിച്ച സാധനത്തിനെ കുറിച്ച് അന്വേഷിച്ച് വന്നല്ലോ എന്നുള്ള ചിന്ത ഇന്ദിരമാമിന്റെ ഉള്ളിൽ വരും. അങ്ങനെ വരുന്ന സാഹചര്യം ഇന്ദിരമാം അറിയാതെ പറയും, മോനെ ഇത് കൊള്ളാട്ടോ, നല്ല സാധനം ഉണ്ടാ, ഒരു കാര്യം ചെയ്യും, ഞാനൊരു നമ്പർ തരാം, മോനൊന്ന് വിളിക്കാമോ, അല്ലെങ്കിൽ ഞാൻ ഒരു നമ്പറിൽ വിളിച്ചു തരാം, മോനൊന്ന് സംസാരിക്കാമോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സാഹചര്യത്തില് അവര് പറയാണ്, അല്ല അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാട്ടോ. യെസ്, ഓക്കെ. നമുക്ക് വീണ്ടും ഒരു ഓപ്പണിംഗ് അവിടെ നമ്മൾ അറിയാതെ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ്. അങ്ങനെ വിളിച്ചു തരുന്നത് ഇന്ദിരാമാം ഒരു പക്ഷേയെങ്കിൽ ഇന്ന് രാഷ്ട്രീയത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്ന, പ്രധാനമന്ത്രി ആയിട്ട് പോലും ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ MI അലി സാർ മൂവാറ്റുപുഴ, അദ്ദേഹത്തിനെയാണ് ഇന്ദിരാമാം കണക്ട് ചെയ്യുന്നതെന്നിരിക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അലി സാറെ ഇങ്ങനെ ഇന്ദിരമാം ഓക്കെ, അതെ ഇന്ദിരമാം പറഞ്ഞിരുന്നു എന്തോ ഒരു മാഗ്നറ്റിന്റെ സാധനം ഉപയോഗിച്ചു നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. എന്താ അത് സാധനം? അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വെച്ചിട്ട് ഞാൻ പറയാണ്, അലി സാറെ ഒന്ന് കട്ട് ചെയ്യൂ, ഞാനേ അലിസാറിന്റെ ഏറ്റവും അടുത്ത ദിവസം ഞാൻ അലിസാറിന്റെ അടുത്തേക്ക് വരാം, ഒന്ന് പ്ലാൻ ചെയ്തോളൂ. ഞാനിപ്പം നിൽക്കുന്നത് കോട്ടയത്താണ്, അലിസാർ മൂവാറ്റുപുഴ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് വളരെ സ്നേഹത്തോടെ പറയുമ്പോൾ അലിസാർ ഓക്കെ യൂണിസി, അങ്ങനെ നമുക്കൊന്ന് നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെ കൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഇന്ദിരമാമിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എന്റെ കൈക്ക് പിടിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ കൈക്ക് പിടിക്കുക, അവിടെയാണ് നമ്മുടെ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദിരമാമിന് ഞാൻ തന്ന ഒരു പ്രൊഡക്റ്റ് അതൊരു ഓപ്പണിംഗ് ആണ്. അത് നേരെ എവിടെയോ നിൽക്കുന്ന ദൂര സ്ഥലത്ത് നിൽക്കുന്ന അലിസാറിലേക്ക് ഓട്ടോമാറ്റിക് ഒരു എൻട്രി കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ന്യൂ ഓപ്പണിംഗ് എന്ന് ഞാൻ ഇടുന്നത്. ഇന്നലെയും കൂടി ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് ന്യൂ ഓപ്പണിംഗ് എന്നാ. അപ്പൊ ന്യൂ ഓപ്പണിംഗ് ആ ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ആകുകയാണ്. അപ്പൊ ഒരു മാണിക്യത്തെ നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. ഒരു പക്ഷേയെങ്കിൽ
ഇന്ദിര മാമിന്റെ എന്റെ വിച്ച് ബ്രേക്ക് ചെയ്യുന്നത് അലി സാറിലൂടെ ആയിരിക്കും. കാരണം അലി സാറ് ഒരുപാട് പ്രശ്നക്കാരനാണ്. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നത്തിലാണെന്നല്ല പറഞ്ഞത്. അൽഹംദുലില്ലാഹ് ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പൊ ഒരു പ്രശ്നത്തിലാണെന്നിരിക്കെ അദ്ദേഹത്തിന് കിട്ടിയ ഈ അവസരത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഒന്ന് വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഏറ്റെടുത്തിട്ട് കുറച്ച് ആളുകളിലോട്ട് എത്തിക്കണം എന്ന ഒരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ സക്സസ് ആവുന്നു. അദ്ദേഹം ഇന്ന് വൈകിട്ടാണ് സക്സസ് ആവുന്നതെങ്കിൽ ഇന്ദിര മാമും ഞാനും ഇന്ന് രാവിലെ സക്സസ് ആവുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു വിൻ വിൻ സിസ്റ്റം. നമുക്ക് ഇവിടെ ഒരു ഏറ്റക്കുറച്ചിലില്ല, ആ ഒരു പരിഭവം ഇല്ല, ആരോടും വഴക്കില്ല, ഒന്നുമില്ല. നമ്മൾ ഒരു പരസ്പരം വിജയിപ്പിക്കുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ട് അലിസാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞാനും ഇന്ദിര മാമും കൂടി സപ്പോർട്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് ഞാനും വിജയിക്കുന്നു, ഇന്ദിര മാമും വിജയിക്കുന്നു. ശരിയല്ല? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കിട്ടിയില്ലെങ്കിൽ എന്റെ തെറ്റാകാം, നിങ്ങളുടെ തെറ്റാവാം, കമ്മ്യൂണിക്കേഷൻ്റെ ഇതാവും. എന്തായാലും എടുക്കാം. അപ്പൊ അതേ രീതിയിൽ നമുക്കൊരു ഒരേ ഏരിയ ഓപ്പണായി കിട്ടും. പക്ഷെ ഇവിടെ എല്ലാത്തിന്റെയും കാര്യം നമ്മളായി മാറുക എന്നുള്ളതാണ്. നമ്മളായി മാറുന്നിടത്താണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ കിട്ടുന്നത്. ഞാൻ എല്ലാവരോടും ഞാൻ എപ്പോഴും എന്റെ പാർട്ട്നേഴ്സോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 1-2 പ്രാവശ്യം ഡയറക്റ്റ് ചെന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്താൽ ഒരു കാരണവശാലും നന്ദികേടിന്റെ ഒരു സ്വഭാവം നമ്മൾ അവിടെ കാണിക്കരുത്. ചില വാക്കുകൾ ഞാൻ പറയുമ്പോൾ ഇത്തിരി കടുപ്പിച്ച് പോകട്ടോ, ആർക്കൊന്നും തോന്നരുത്. വേറൊന്നല്ല, നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് എന്തുമായി മാറും. പൈസ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആ പ്രൊഡക്റ്റും കൊടുത്ത് പൈസ മേടിച്ചുകൊണ്ട് പോന്നാൽ പിന്നെ ആരുമല്ലാതെ ഒരു അവസ്ഥ. അവർ പിന്നെ വിളിക്കില്ല, എടുക്കില്ല, സംസാരിക്കില്ല. നമ്മളൊരു ഡോക്ടറായി മാറിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ചെയ്തുകൊണ്ട് പരിഹാരമാകുകയാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ സാധനം കൊടുക്കുകയും പിന്നീട് നമ്മൾ അവരെ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നാളെ നമുക്കെതിരെ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കെതിരെ ചെയ്യുന്ന അമ്പായി അത് മാറും. നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ കല്ലെറിയുന്ന ആ ഒരു ഏരിയയെ നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മൾ കാരണക്കാരായി മാറും. അതുകൊണ്ട് തന്നെ ഏത് വീട്ടിൽ ആർക്ക് ഇത് കൊടുക്കുന്നുണ്ടോ ദയവ് ചെയ്ത് നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ, ഫോളോ അപ്പിന് നിങ്ങൾ തയ്യാറല്ല എങ്കിൽ, നിങ്ങൾക്ക് അന്വേഷിച്ചെല്ലാം സമയമില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അടിവരായിട്ട് പറയുകയാണ്, ഒരു വീട്ടിൽ നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ഒരിടത്ത് കൊടുത്താൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളെ ബാധിച്ചരാം. കാരണം നമ്മളെ വിശ്വസിച്ചിട്ട് അവർ ഈ സാധനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രസ്റ്റ് അവിടെ കൊടുത്തേ പറ്റൂ. അതിന് സാധിക്കാത്തവരാരും ഈ സാധനം ആർക്കും കൊണ്ടേ കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ നമ്മുടെ ബോഡിക്ക് കാണിക്കുന്ന ഒരു സാധനം ഇതൊരു നിസ്സാര സാധനമല്ല. മാഗ്തെറാപ്പിയുടെ ഈ ബയോഡൈനമിക് പ്രോഡക്റ്റ് ഒരു നിസ്സാര സാധനമല്ല, ഇതൊരു അമേസിംഗ് റിസൾട്ട് തരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ നമ്മുടെ ബോഡിക്ക് കാണിക്കും. അതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ, അന്വേഷിച്ചെല്ലാൻ, വിളിച്ചു ചോദിക്കാൻ തയ്യാറാകാത്ത ആരും ഈ ഒരു പണിക്ക് നിൽക്കരുതെന്ന് വളരെ ശരിയാണ്. താങ്ക് യു മാം. അതിന് നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ ഒരു ഏരിയ നമ്മളിത് നഷ്ടപ്പെട്ടു പോകും. കാരണം ഇത് ഒരു രോഗത്തിനുള്ള മരുന്നല്ല. നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുവരും. ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ മിനിമം ഒരു വീഡിയോ പ്ലേ ചെയ്യും. ഇവിടെ മിനിമം പ്ലേ ചെയ്യുന്ന ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഒരു രോഗത്തിനുമുള്ള മരുന്നല്ല, ഇത് നിങ്ങൾ ഡോക്ടറിന്റെ അനുവാദത്തോട് കൂടി വേണം കൊടുക്കാന്ന്. സ്വാഭാവികമായിട്ടും അതങ്ങനെ പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഇത് മിറക്കിൾ കാണിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ പറയുന്ന ഈ സാധനമാണ് നമ്മൾ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നത്. നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങളും ഇവിടെ തീരാണ്, എല്ലാ വിഷയവും ഇവിടെ തീരാണ്. ഇതങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി, ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാക്കി തരാം. ഇതും പറഞ്ഞ് നമ്മളെ കാശും മേടിച്ച് പൊടിയും തട്ടി ഇറങ്ങിയോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കലില്ല, അന്വേഷിക്കലില്ല, ചോദിക്കലില്ല, പറച്ചിലില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് കറക്റ്റ് ആക്കി എടുക്കാൻ പെടുന്ന ഒരു പെടാപ്പാടുണ്ടല്ലോ. അത് ഞാൻ സങ്കടകരമായിട്ട് പറയും. ഞങ്ങൾ ലീഡേഴ്സ് ചില സമയത്ത് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങൾ ബന്ധപ്പെടാത്ത രീതിയിൽ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പെടുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ. പക്ഷെ അവിടെ പിന്നെ പോസിറ്റീവായി എടുക്കാൻ നല്ല പണിയുണ്ട്, എടുത്തു പോരും. അത് വേറെ. ഈ യാത്രയിൽ ഞാനത് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു യാത്രയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് വരുന്ന ചില മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ അവരെ ഫോളോ അപ്പ് ചെയ്യാനും അവരുടെ കൂടെ നിന്ന് റിസൾട്ട് എടുത്ത് കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു കാരണവശാലും ആദ്യമായിട്ട് നമ്മുടെ ബിസിനസ്സിലോട്ട് വന്ന ഒരു വ്യക്തി നമ്മുടെ പ്രൊഡക്റ്റ് എടുത്ത് അവർ റിസൾട്ട് എടുത്ത് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യമാണ് ലിസ്റ്റ്. ഫസ്റ്റ് മസ്റ്റ് ഒരു ലിസ്റ്റ് റെഡിയാക്കണം, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം,
അതിനെ ഇൻവിറ്റേഷൻ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഒരു നല്ലൊരു ലീഡറിനെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ പാടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് അറിയാത്ത ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഒരു വണ്ടി കൊടുത്തിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന വ്യക്തി മരിക്കും, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പലരെയും കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഏറ്റവും സപ്പോർട്ട് തരുന്ന, ഏറ്റവും അറിയാവുന്ന ഒരു സക്സസ് ആയ ലീഡറിന്റെ അനുവാദത്തോടു കൂടി, അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പോട് കൂടി മാത്രം ഇവിടെ സഞ്ചരിക്കണം. അത് അദ്ദേഹം വലിയ കൊമ്പത്തെ ആളായതുകൊണ്ടൊന്നും അല്ല. കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ചില പരിമിതികളും കുറച്ച് കാര്യങ്ങളും നമുക്ക് ആകെ അറിയാവുന്നത് നിയോഡെമ മാഗ്നറ്റ് അടങ്ങിയ, എനിക്കതും അറിയില്ലായിരുന്നു ഫസ്റ്റ് ടൈമിൽ. ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയുടെ ഈ ഒരു മാഗ്നറ്റ് തെറാപ്പി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നിട്ട്, ഇതെല്ലാത്തിനും കാരണം ഈ സാധനമാണ്, ഇത് നമ്മൾ ഉപയോഗിച്ചാൽ മതി എല്ലാ പ്രശ്നം മാറുമെന്ന് നമ്മൾ ചെന്ന് പറയുമ്പോൾ, നമ്മളോട് ചോദ്യം ചോദിക്കുന്ന, നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിനെതിരെ സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യത്തെ പറയുമ്പോൾ പോലും നമുക്കെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരുടെ മുന്നിൽ നമ്മുടെ വാല് മുറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മറ്റവസരം നഷ്ടപ്പെട്ടു പോകുന്ന, മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. സ്വാഭാവികമായിട്ടും ആ ഒരാള് ഡൗൺ ആയി പോകും. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇതേ രീതിയിൽ ഒരു മെന്റർഷിപ്പോട് കൂടി മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറാവുകയും ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ ഓരോ പ്രോഗ്രാമുകൾ കൊടുത്ത് മനസ്സിലാക്കി എടുത്തുകൊണ്ട്, ഇവിടെ ആരും ഒന്നും പഠിച്ചിട്ടൊന്നല്ല വരുന്നത്. ഈ ഉള്ളവനും ഇത് പഠിച്ചിട്ടാണ് ചെയ്യാൻ തയ്യാറായെങ്കിൽ ഇന്ന് നിങ്ങളിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനോ എന്തും ചെയ്യാനോ എനിക്ക് സാധ്യമല്ല. ഇതിലൂടെ ഡേ ബൈ ഡേ ഉള്ള പ്രയത്നം കൊണ്ട് നടന്ന് ചെയ്ത് ഒരുപാട് കേട്ട് പഠിച്ചതാ ഇവിടെ എത്തി. എല്ലാവരും പഠനം പൂർത്തിയായിട്ടില്ല, അതും എനിക്കറിയാം. ഇനിയും ഒരുപാട് താണ്ടാനുണ്ട്. അപ്പൊ ഈ ഒരു യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ ഒരു അവയർനെസ് കൊടുത്തിട്ട് വേണം അവരുടെ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ. അതല്ലെങ്കിൽ ആക്സിഡന്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മളൊരു ലീഡറിന്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളുണ്ട്. അത് ഒരു അടച്ചിട്ട്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോ എല്ലാവരും ചുറ്റുമതിലിന്റെ ഉള്ളിൽ ജീവിക്കുന്നവരാ. ആദ്യ കാലഘട്ടം മാതിരി ഒരു തുറന്നിട്ട കാലാവസ്ഥയിലൊന്നും ജീവിക്കുന്നവരല്ല. കാരണം എല്ലാവരും സ്വാർത്ഥ താല്പര്യക്കാരാ. ഈ ഇരിക്കുന്ന ഞാൻ പോലും, കാരണം എന്റെ ചുറ്റിനും മതിലുണ്ട്. അപ്പൊ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾ ഒരു ഗേറ്റ് തുറന്ന് ഒരു വീട്ടിലോട്ട് കയറുന്നുവെങ്കിൽ ആ ഗേറ്റ് അടച്ചിടാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. ഒരു ഗേറ്റ് തുറന്ന് നമ്മളൊരു വീടിന്റെ പടി ചവിട്ടുമ്പോൾ അതേ ഗേറ്റ് ഒന്ന് അടച്ചിടാൻ ശ്രദ്ധിക്കണം. അടച്ചിടുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു ഗേറ്റ് തുറക്കുന്ന സാഹചര്യത്തിൽ ആ വീട്ടിൽ നമ്മളെക്കായും വലിയ പട്ടി ഉണ്ടോന്ന് ആദ്യം ഒന്ന് നോക്കണം. പട്ടിയുള്ള വീട്ടിലോട്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമ്മൾ കയറിയിട്ട് ഗേറ്റ് അടച്ചാൽ നമുക്ക് പിന്നെ പുറത്തോട്ട് വരാൻ പറ്റാതെ പട്ടിയുടെ കടി കൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ വരും. അതുകൊണ്ട് അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഗേറ്റ് ഒന്ന് അടച്ച് വീട്ടുകാരുണ്ടെന്ന് ഉറപ്പുവരുത്തി നമ്മൾ ആ ഗേറ്റ് അടച്ചു നേരെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. അവിടെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നിൽക്കുന്നത്. സാർ ഗ്രേറ്റ്, യെസ്, താങ്ക് യു സാർ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് നമ്മൾ ബെല്ലടിച്ചു. ഒരു ബെല്ല് അടിക്കാൻ പാടുള്ളൂ. ടേന്ന് കുറെ ബെല്ലുകളിൽ നിന്ന് അടിക്കരുത്. ഒറ്റ ബെല്ലടിച്ചു നമ്മളൊരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുക. നമ്മൾ ആരെയാണോ അവിടെ പ്രതീക്ഷിക്കുന്നത് അവർ നമ്മുടെ മുന്നിൽ വന്നു എങ്കിൽ നല്ല രീതിയിൽ ഒരു നല്ലൊരു പ്രസന്നതയോട് കൂടി നല്ല രീതിയിൽ അവരോടൊന്ന് ചിരിക്കുക. അവർ നമ്മളെ എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യട്ടെ. അവരോട് മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കുക. ആക്കി ചിരിക്കരുത് പ്ലീസ്. നല്ല രീതിയിൽ അവരുടെ മുഖത്തേക്ക് ഒന്ന് ചിരിക്കുക, ഒരു പുഞ്ചിരി കൊടുക്കുക. അങ്ങനെ നല്ലൊരു പുഞ്ചിരി കൊടുത്ത് നമ്മളെ അവർ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ചെരുപ്പൊക്കെ ഊരി വലിച്ചെറിഞ്ഞിടാതെ നമ്മൾ ഇട്ടിരിക്കുന്ന ഷൂ ആണ് ചെരുപ്പാണ് അതൊരു സൈഡിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ആ വീട്ടിലോട്ട് കയറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ദൃഢനിശ്ചയമുണ്ട്. ഈ വീട്ടിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഇത്ര പോയിന്റ് PV ഇത്ര സെയിൽ എടുത്തുകൊണ്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അത് നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കണം. വെറുതെ ചടങ്ങ് തീർക്കാൻ വേണ്ടി, ലീഡറിനെ കാണിക്കാൻ വേണ്ടി, ആളെ കാണിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ പോകരുത്. പകൽ സാറേ, നമ്മൾ ചെല്ലേണ്ടത് നമ്മൾ ദൃഢനിശ്ചയം എടുക്കുക. നമ്മൾ ഇന്ന വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്നും ഇത്ര PV മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോരൂ എന്നൊരു കോൺഫിഡൻസിൽ നമ്മൾ, അതല്ലെങ്കിൽ നമ്മൾ ആ പൈസ മേടിച്ചു എന്ന ദൃഢനിശ്ചയത്തോടു കൂടി വേണം നമ്മൾ അവിടേക്ക് കയറി ചെല്ലാൻ. അവിടെ ചെന്ന് അവർ നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ആ വീട്ടിലോട്ട് കയറി ചെന്നു, നമ്മൾ സംസാരിക്കാൻ തയ്യാറാകുന്നു. അവിടെ നമ്മൾ
അവരെ ഫേസ് കിട്ടുന്ന രീതിയിൽ, നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ നമുക്ക് നേരെ കിട്ടുന്ന രീതിയിലേക്ക് മാത്രം നമ്മൾ ഇരിക്കുക. നമ്മുടെ ശ്രദ്ധകളും മറ്റു കാര്യങ്ങളിലോട്ടോ അടുക്കളയിലോട്ടോ അവിടെ നിൽക്കുന്ന മറ്റാളുകളിലോട്ടൊന്നും പോകാത്ത രീതിയിൽ, ആ വീട്ടുകാരനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ വീട്ടുകാരെ കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇരിക്കുക. ഇരിക്കുമ്പോൾ വലിയ ആട്ടിത്ത മനോഭാവത്തോടുകൂടി കാലും കയറ്റി വെച്ച് നെഞ്ചും പിരിച്ചൊന്നും ഇരിക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. ഒരു പക്ഷെ നമ്മളെക്കായും താഴ്ന്നവനായിരിക്കാം, നമ്മളെക്കായും ഉയർന്നവനായിരിക്കാം. ഒരു വളരെ സ്നേഹത്തോടു കൂടി അവിടെ ഇരിക്കുക. അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ വേണ്ടേ കുടിക്കാൻ? എന്റെ സ്വഭാവം വെച്ച് ഞാൻ എന്തും തന്നോളം പറയും. അത് വേറൊന്നുമല്ല, ഞാൻ തീറ്റക്കാരനായതുകൊണ്ടൊന്നല്ല. കാരണം ആ ഒരു കുടുംബവുമായിട്ട് നമുക്കൊരു അട്രാക്റ്റീവ് സെറ്റ് ചെയ്യണം, ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം, ഒരു ബന്ധം സെറ്റ് ചെയ്യണം. ഇത് ബന്ധത്തിന്റെ പുറത്തായി ബിസിനസ് പോകുന്നത്. എന്താ വേണ്ടതെങ്കിൽ ഇവിടെ എന്തും പോകുന്നു നമ്മ പറയുക. അതല്ലെങ്കിൽ എന്താണോ വേണ്ടത് അത് പറയുക. അതിൽ അവർ ചായ എടുക്കരുത്, എടുത്തോളാൻ പറയുക. ഒരു ചായയും വേണ്ട, ഒരു വെള്ളവും വേണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് നമ്മളോട് നമ്മുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അവർ ചായ എടുത്തു വന്നു അല്ലെങ്കിൽ വെള്ളം എടുത്തു കൊണ്ടുവന്നു, അത് കുടിക്കാൻ നമ്മൾ ഇരുന്നു. നീ കുടിച്ചു എന്നുണ്ടെങ്കിൽ, വെള്ളം കുടിച്ചിട്ടാണ് ചായ കുടിച്ചിട്ടാണ് നമ്മളെ വീടോട് ചെല്ലുന്നതെങ്കിൽ ഏറ്റവും നല്ല സ്നേഹത്തോടെ പറയാ, ഞാൻ ഇപ്പൊ കുടിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ കുടിച്ചു എന്ന് കരുതിക്കോ, നമുക്ക് അടുത്തൊരു വരവിന് കുടിക്കാം. നല്ല വാക്ക്, ഓക്കെ. അവരെ ഹാപ്പിയായി, അവരെ നമ്മൾ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു കൊടുക്കുക. ചിരിച്ച് ആരെയും ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ, വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഭാഷയിൽ, മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. കുറെയൊക്കെ എന്തെല്ലാം പറഞ്ഞാലും അവര് ഒരു പക്ഷേയെങ്കിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഞാനൊന്ന് പഠിക്കട്ടെ, മക്കളോട് ചോദിക്കട്ടെ, അച്ഛനോട് ചോദിക്കട്ടെ, അമ്മയോട് ചോദിക്കട്ടെ, അയൽവക്കത്ത് ചോദിക്കട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഇങ്ങനെയുള്ള 100,000 ക്വസ്റ്റ്യനുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. എന്ത് തന്നെ ആയാലും നമ്മുടെ ലക്ഷ്യം ഇത് മേടിച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര ഡയലോഗ് നിങ്ങൾ പറഞ്ഞാലും നമുക്കിത് മേടിക്കാൻ സാധിക്കും. ഞാൻ പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്, വെറുതെ അല്ല. എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിന് സെയിൽ എടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ ബിസിനസ് എടുത്ത് കൊടുക്കണം, ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. അത് എന്ത് സാഹചര്യം തന്നെ ആയാലും, അത് ഏത് കൊലകൊമ്പനാണെങ്കിലും ശരി, ഞാൻ ചെല്ലുന്ന വീട്ടിൽ ഞാൻ അറിയുന്ന വീട്ടിലൊന്നല്ല ചെല്ലുന്നത്. ഞാൻ പോകുന്നത് എന്റെ പാർട്ട്നേഴ്സിന്റെ കൂടെയാ. വലിയ വലിയ കൊമ്പത്തെ ആളുകളിലേക്ക് ആയിരിക്കും അവിടെ. എന്റെ ലക്ഷ്യം എന്റെ കൂടെ വന്നിരിക്കുന്ന പാർട്ട്നേഴ്സിന് ഈ ഒരു ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അവരുടെ അക്കൗണ്ടിൽ പൈസ വരുള്ളൂ എന്നുള്ള ബോധ്യം എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഫ്ലോപ്പായി പോകാനോ ഇവിടുത്തെ സമയം തീരാനോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ സാധനം എടുത്ത് കയ്യിലേക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്റെ കൂടെ വന്നിരിക്കുന്ന എന്റെ പാർട്ട്നേഴ്സിന് ഏറ്റവും നമ്മൾ ആ വീട്ടിൽ കയറി ചെന്ന് ഏറ്റവും നല്ല രീതിയിൽ അവരെ ബിഹേവ് ചെയ്തു. നമ്മൾ ഏറ്റവും സത്യസന്ധമായ വാക്കുകൾ മാത്രം നമ്മൾ അങ്ങോട്ട് പറയുക. ഒന്നും എക്സാഗ്രേറ്റ് ചെയ്ത് പറയാതിരിക്കുക. ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, പൈതാരാണ് ഒരു വാക്കുകളും പറയാതെ വളരെ കൃത്യമായിട്ട് ഇതിലുള്ളത് മാത്രം. കാരണം സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോലും ഒരു 3 ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ നമ്മുടെ ഈ ബൈ കമ്പനിക്കും പ്രൊഡക്റ്റിനും ഉണ്ട്. അതിനെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ അവിടുന്ന് പൈസ മേടിച്ചിറങ്ങുമ്പോൾ ഞാനിത് നേടി അല്ലെങ്കിൽ ഞാനിത് മേടിച്ചു എന്ന ചിന്തയല്ല വേണ്ടത്. അവരോട് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും കാര്യമായിട്ട് നിന്നുകൊണ്ട് കരുണയോട് പറയുക, നമ്മൾ ഒരുമിച്ച് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ. ഈ ഒരു വാക്ക് പറയേണ്ടത് വായിൽ നിന്ന് മാത്രമാകരുത്, അത് ഹൃദയത്തിൽ നിന്ന് വേണം പറയാൻ. ഹൃദയത്തിൽ നിന്ന് പറയാത്ത ആർക്കും ഇതൊരു സക്സസ് ആവാൻ സാധിക്കില്ല. കാരണം ഇതൊരു ദൈവാനുഗ്രഹമുള്ളൊരു പ്രൊഡക്റ്റാണ്. ഹൃദയത്തിൽ നിന്നും പ്രസന്റ് സിറ്റുവേഷൻ മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ആര് സഞ്ചരിക്കുന്നു എന്നുണ്ടെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾക്ക് ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഒരു പക്ഷെ വിജയിക്കാൻ സാധിച്ചേക്കും, അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ സാധിച്ചേക്കും. പക്ഷെ മുന്നോട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് തടസ്സമായി പോകുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല, ഡെഫിനറ്റ്ലി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഞാനിത് പറയുന്ന കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ പറയുന്ന കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം അവരോട് പറയുക, ഞാൻ അന്വേഷിക്കാട്ടോ, ഞാൻ ഫോളോ അപ്പിന് വരാട്ടോ, പിന്നെ നാളെ വരാം, മറ്റന്നാൾ വരാം, അടുത്ത ആഴ്ച വരാം ഒന്നും പറയണ്ട. ഒരു 3 മാസത്തിൽ ഒരിക്കൽ ഞാൻ വരൂ കേട്ടോ, ഇടയ്ക്ക് വിളിക്കൂ കേട്ടോ, നിങ്ങൾക്ക് എന്നെ ഏത് നിമിഷവും വിളിക്കാം. അങ്ങനെ ഏത് നിമിഷം വിളിക്കാം എന്ന് പറഞ്ഞ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് കൊടുത്ത് നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് അവരെ നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവരും നമ്മളുമായിട്ട് ഒരു അടുപ്പം വരും. അങ്ങനെ പിന്നീടുള്ള യാത്രയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത്, നമുക്ക് വീണ്ടും വീണ്ടും അവിടെ നിന്ന് നമുക്ക് ഒരു ഓപ്പൺ കിട്ടി ബിസിനസ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ചെല്ലുന്ന വീടുകളിൽ എന്തുകൊണ്ട് ബിസിനസ് എടുത്തുകൊണ്ട് പോരാൻ എനിക്ക് സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നീഡ്, എന്റെ അത്യാവശ്യം അതായത് കൊണ്ടാണ്.
എന്റെ പാർട്ട്നേഴ്സ് വിജയിക്കണം, എന്റെ കൂടെ നിൽക്കുന്നവർ വിജയിക്കണം. കാരണം എനിക്ക് വിജയിച്ചേ പറ്റൂ. എന്നെ സംബന്ധിച്ച് ഒരു 10,900 10,700 അല്ലെങ്കിൽ 13,500 24,900 ഒന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. പൈസ ഒന്നുമല്ല, നല്ല ബിസിനസ് ഒന്നുമല്ല. കാരണം 86,000 രൂപയുടെ ബിസിനസ് ഞാൻ അഭിലാഷം പോയി ക്ലോസ് ചെയ്തിട്ടുണ്ട് പല കമ്പനികളുടെ. 86,000 രൂപയുടെ 2 ബിസിനസ് വെച്ചാൽ കിട്ടുന്നത് 3,000 രൂപ. അതിന് ടാക്സ് ചെയ്ത് 2,700 രൂപ. ഈ 2,700 രൂപ കിട്ടാൻ വേണ്ടി പകൽ ഞാൻ അഭിലാഷം ഓടി നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ഒരു നിധിയാണ് ഈ ബയോട്ടോറിയം. ഒരു മഹാസംഭവം തന്നെയാണ് ഈ ബയോട്ടോറിയം. അതുകൊണ്ട് തന്നെ പുഷ്പം എടുക്കുന്നത് പോലെ, മുല്ലപ്പൂ എടുക്കുന്നത് പോലെ ഞങ്ങൾ ഈ ബിസിനസ് എടുത്തുകൊണ്ടിരിക്കും. യാതൊരു തർക്കമില്ല. അത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടീസിന് മുന്നിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. കാരണം ഞങ്ങൾ കൂടെ വരുന്നവരെല്ലാം ഹാപ്പിയാണ്. അലിസാറെ ഹാപ്പി അല്ലേ? മതി, ഹാപ്പി ആയിട്ട് നിൽക്കാൻ നല്ലതാണ്. ഇന്ദിരമാമ ഹാപ്പി അല്ലേ? ഗീതാ പ്രകാശ്, എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ കൂടെ വരുന്നവർ ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ കൂടെ വരുന്നവർക്ക് നമ്മളോടുള്ള വിശ്വാസമുണ്ട്. അത് നമ്മൾ തകർക്കാൻ പാടില്ല. അത് എന്ത് തന്നെ ആയാലും വിശ്വാസം അതാണ് എല്ലാം, അതല്ലേ എല്ലാം. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ചേ പറ്റൂ. എന്തുകൊണ്ട് ഞാൻ ഇത്ര ഇതിൻ്റെ അകത്ത് ഒരു സെയിൽ എടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഞാൻ തയ്യാറായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടം ഞാൻ എന്റെ ചെറുപ്പത്തിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു പോവുക. ഇന്ന് അങ്ങനത്തെ മുണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പോളിസ് എന്ന് പറഞ്ഞ ഒരു തിളങ്ങുന്ന ഒരു മുണ്ട്, ഒരു ലുങ്കി ഉണ്ട് പല കളറുകളിൽ. അന്ന് എന്റെ ഒരെണ്ണം എന്റെ അമ്മയുടെ ആങ്ങള തന്നതും, ഒരു മുണ്ട് എന്റെ അച്ഛന്റെ അനിയൻ തന്നതും. ഗൾഫുകാരായിരുന്നു എന്റെ വീട്ടുകാർ, ഒട്ടുമിക്ക ആളുകൾ. അന്ന് അവർ എന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് കൊതിച്ചു. ഞാൻ പോകാത്തത് കൊണ്ട് എനിക്കെതിരെ ഒരുപാട് സംസാരിച്ചു അവര് തന്നെ. അങ്ങനെ അവർ തന്ന മുണ്ടുകൊടുത്ത് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എന്റെ പിതാവ് ഫസ്റ്റ് ചെയ്യുന്ന കച്ചവടം ചെറിയൊരു പെട്ടിക്കടയാ. ആ പെട്ടിക്കടയിൽ ചക്കുക്കുരു എടുക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ചക്കുക്കുരു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് നാണമാകും. അന്ന് ചക്കുക്കുരു കിട്ടാത്തൊരു കാലഘട്ടം പോലും ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും തിന്നുന്ന ഒരു കാലഘട്ടത്തില് ചക്കയുടെ മുള്ളു പോലും കളയാതെ തിന്നുകൊണ്ടിരുന്ന കാലഘട്ടം നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാര്യം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുണ്ട്, അത്രയും ഓണം ഉണ്ടാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ അനുഭവ സമ്പത്ത് ഒരു പക്ഷേ കൂടുതലായിരിക്കാം. ഞാൻ എഗ്രി ചെയ്ത് പറയുന്നില്ല. എന്നിൽ നിന്നും ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരുമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവർ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്റെ പിതാവ് 20 പൈസക്കാണ് ചക്കുകുരു എടുക്കുന്നത് ആ കടയില് 20 പൈസക്ക് ചക്കുകുരു എടുക്കുമ്പോൾ ഞാനും എന്റെ പിതാവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. സ്കൂളിൽ പോകുന്ന സാഹചര്യത്തില് ശനി ഞായർ പഠിത്തമില്ല ആ ഒരു സമയം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്ലാവിന്റെ ചുവട്ടില് ചാടിക്ക് പഴുപ്പിലച്ചക്ക ചാടി പൊട്ടിക്കിടക്കുന്നുണ്ടാകും. അത് ആരെങ്കിലും പെറുക്കി കൊണ്ടുവന്ന് എന്റെ പിതാവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിന് 20 പൈസ വെച്ച് കൊടുക്കണം. അതേ സമയത്ത് ഞാനൊരു സഞ്ചിയായിട്ട് പോയിട്ട് ഒരു സൈക്കിളിൽ ഒരു സഞ്ചിയും വെച്ച് കെട്ടി ഞാൻ അതിന്റെ ചുവട്ടിൽ പോയിരുന്ന് ആ ചക്കുക്കുരി പെറുക്കി എടുത്തിട്ട് തൊട്ടടുത്ത ഒരു തോട്ടിൽ ഞാനത് കഴുകിയിട്ട് ഏറ്റവും നല്ല ഫ്രഷ് ആയ ചക്കുകുരുവായിട്ട് കൊണ്ടുപോയി എന്റെ പിതാവ് മേടിച്ചിട്ടിരിക്കുന്ന ചക്കുകുരുവിന്റെ കൂടെ ഇടുമ്പോൾ എന്റെ പിതാവ് എനിക്ക് തന്നൊരു സ്നേഹവാത്സല്യമുണ്ട്. അത് അന്നും ഇന്നും എന്റെ പിതാവ് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. ഞാൻ ഒരു പിച്ച വയ്ക്കുന്ന കാലത്തോട് അടുക്കുമ്പോൾ, അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ പഠന സാഹചര്യം നിർത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്കൊരു വഴി കാണിച്ചു തരാൻ എന്റെ മുന്നിൽ ആ പിതാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ള നഗ്നമായ സത്യം. ചക്കക്കുരു കച്ചവടത്തിന് തുടങ്ങിയ ഒരു ജീവിതം ഞാൻ എന്റെ പിതാവിന്റെ കൂടെ നിന്നുകൊണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന സാഹചര്യത്തില് ഞാൻ എന്ത് ചെയ്യണമെന്ന് തിരിഞ്ഞു നോക്കേണ്ട ആ ഒരു സാഹചര്യത്തിന്റെ തലേന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, തോറ്റുപോയി അല്ലേ എന്ന്. എന്റെ പിതാവിനോട് ചോദിക്കാം, തോറ്റുപോയി അല്ലേ? ഞാൻ പറഞ്ഞ സാരമില്ല, തോറ്റുപോയിട്ടുണ്ട്. അന്ന് ആ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2021 ജൂൺ 12-ാം തീയതി രാവിലെ 11 മണിക്ക് എന്റെ പിതാവ് എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, സാരമില്ല, എല്ലാം സൃഷ്ടാവിന്റെ കൈകളിലാണ്, എല്ലാം ഈശ്വരൻ നോക്കിക്കോളും, റബ്ബുണ്ട് കൂടെ, എന്തെങ്കിലും വഴികൾ കാണിക്കുന്നു. ആ ഒരു പറഞ്ഞ വ്യക്തി എന്റെ മുന്നിൽ വഴി കാണിച്ചു തരാതെ പിറ്റേന്ന് ബുധനാഴ്ച 13-ാം തീയതി 6:13 എന്നോട് വിട പറയുക, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോട് വിട പറയുക. എന്തെന്ന് തിരിയാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് എന്റെ മുന്നിൽ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തില്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം, ആരെയും ഒന്നും പറയാതെ ജീവിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം എന്റെ മുന്നിലുണ്ട്. കാരണം എന്നേക്കായി നല്ലവനായിരുന്നു എന്റെ പിതാവ്. ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന, നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന, എല്ലാത്തിലും കൂടെ നിൽക്കുന്ന എന്റെ ആ ഒരു പിതാവിന്റെ പാതയിലൂടെ ആയിരിക്കണം എന്റെ സഞ്ചാരം എന്ന് ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ സഞ്ചരിക്കാൻ തയ്യാറായി. ഒരുപാട് കൂക്കിവിളികളും ഒരുപാട് അടിച്ചമർത്തികളും ഒരുപാട് പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നു.
അങ്ങനെ ഇന്ന് നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെല്ലാം കണ്ണു ഞെട്ടിക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചുവെന്നുണ്ടെങ്കിൽ അത് എന്റെ പിതാവ് മരണപ്പെടുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് സർവേശ്വരൻ നോക്കിക്കൊള്ളും, ഈശ്വരൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു പോയ ആ ഈശ്വരൻ അർപ്പിച്ച ഈ ഒരു വ്യക്തിയുടെ ഗുണം കൊണ്ടാണ്. ആ ഒരു പിതാവ് ഈശ്വരൻ അർപ്പിച്ചിട്ടാണ് പോയതെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്താൽ നിൽക്കുന്നത്. നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല, നാളെ എന്റെ മുന്നിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യം കാരണമാണ് ഞാൻ ചെല്ലുന്ന സ്ഥലം എനിക്ക് എളുപ്പമാക്കി ഈശ്വരൻ എന്റെ മുന്നിൽ തന്നിരിക്കുന്നത്. ഞാൻ ചെല്ലുന്ന സ്ഥലം എളുപ്പമായി എന്റെ പ്രതീക്ഷയ്ക്കപ്പുറം എന്നെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എന്റെ പ്രതീക്ഷകൾക്കപ്പുറം അവരുടെ സ്വർഗമാക്കി കൊടുക്കട്ടെ. ആമീൻ. ഞാൻ പ്രതീക്ഷകൾക്കപ്പുറം അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതിലപ്പുറം എന്നോട് ആളുകൾ സ്വീകരിക്കുന്നുണ്ട്, എന്നെ സ്വീകരിക്കുന്നുണ്ട്, എന്നിലേക്ക് അടുക്കുന്നുണ്ട്. അത് എന്റെ അത്യാവശ്യം, എന്റെ പ്രശ്നങ്ങൾ അതിലും വലുതായതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന മേഖലയിലെ ദൃഢനിശ്ചയത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അത് തരാൻ തയ്യാറായ ഒരു കമ്പനി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് കൊടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ് തന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ഒരേ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഒരേ ഒരു കമ്പനി. 1990 കാലഘട്ടം മുതൽ നെറ്റ്വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇന്നിന്റെ സാഹചര്യം 21-ാം നൂറ്റാണ്ടില് 2026 നിൽക്കുന്ന സാഹചര്യത്തില് ഒരുപാട് കമ്പനികൾ നമ്മളെ തേച്ചൊട്ടിച്ച് അല്ലെങ്കിൽ നമ്മളെ പണിയെടുപ്പിച്ച അണ്ണന്മാർക്ക് മാത്രം കാശ് കൊടുക്കുന്ന ഒരു കമ്പനി, ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ടായിരിക്കെ ഏറ്റവും നല്ല രീതിയിൽ ബിഗിനർ സ്റ്റേജിൽ തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിക്ക് തന്നെ എത്ര രൂപ വേണമെന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഇതുപോലൊരു കമ്പനി ലോകത്ത് വേറെ വന്നിട്ടില്ല. ഈ ബയോട്ടോറിയം എന്ന കമ്പനിക്കെതിരെ കടപിടിക്കാൻ പറ്റിയ ഒരു കമ്പനിയും ഇന്നോളം ഈ ഭൂമി ലോകത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ദൃഢനിശ്ചയത്തോടുകൂടി പറയാൻ പറ്റും. കാരണം അത്രമാത്രം വരുമാനം കൊടുക്കുന്ന കമ്പനി. പ്രൊഡക്റ്റ് നിസ്സാരമാണോ? പ്രൊഡക്റ്റ് അമേസിംഗ് റിസൾട്ട്, ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും റിസൾട്ട്. മേടിച്ച് അലമാരിൽ വെച്ച് ആർക്കും റിസൾട്ട് കിട്ടിയിട്ടില്ല. മേടിച്ച് കട്ടിലടിയിൽ വെച്ച് ആർക്കും റിസൾട്ട് കൊടുത്തിട്ടില്ല. മേടിച്ച് മേശപ്പുറത്ത് വെച്ച് ആർക്കും റിസൾട്ട് കിട്ടിയിട്ടില്ല. ആ പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് വിശ്വസിച്ച് ഉപയോഗിക്കാൻ തയ്യാറായ ആർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും രീതിയിൽ വരുമാനം തരുന്ന, ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് നെഞ്ചിലേറ്റ് മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ലെവലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അതും പ്രൂവ് ചെയ്തിട്ട് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വലിയൊരു സക്സസ് പേഴ്സൺ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷെ എന്റെ ജീവിത മേഖലയിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് നേടാൻ പറ്റുന്നതിന്റെ ഒരു പരിധി കൂടുതൽ ഞാൻ നേടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഒരാളെയും വഴി തടഞ്ഞിട്ടല്ല, ഒരാളുടെയും അന്നം മുട്ടിച്ചിട്ടല്ല, ഒരാളുടെയും ഇടയിൽ വട്ടം കയറി നിന്നിട്ടല്ല. എന്റെ വഴികളെ ഞാൻ തന്നെ വെട്ടി നിവർത്തിയതല്ല. എന്നെ സ്നേഹിക്കുന്ന, എന്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആളുകളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ട് മാത്രം എന്റെ വഴി ഓപ്പൺ ആയതാ. എന്റെ മാത്രം കഴിവല്ല. ഈ യൂണിസ് കടമ ശരിക്കും വലിയ കഴിവുകളൊന്നുമില്ല, ഒരു കഴിവുമില്ല. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നിമിഷത്തേക്ക് പോലും എന്റെ കാര്യം വിശ്വസിക്കാൻ നീ എന്നെ അർപ്പിക്കരുത്, ഞാൻ നിന്നിൽ അർപ്പിക്കുന്നു, ഞാൻ നിന്നിൽ അർപ്പിച്ചാണ് നടക്കുന്നത്. കാരണം എന്റെ പിതാവ് നിന്നിലേക്കാണ് എന്നെ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുന്ന വീടുകളിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടണം, എന്റെ കൂടെ നിൽക്കുന്നവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം മാത്രം എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അവിടെ ആരെയും ചവിട്ടി തേക്കാനോ ആരെയും മികഴ്ത്താനോ ആരെയും മാറ്റി നിർത്താനോ ഞാൻ തയ്യാറല്ല, ചെയ്തിട്ടില്ല, ചെയ്യുമില്ല. അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ കൂടെ നിർത്തുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട്, അവർക്ക് വരുമാനം മേടിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ തരാൻ പറ്റുന്ന ഒരു കമ്പനി നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളൊന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു ബയോട്ടോറിയം ഫാമിലിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയെ ആ നൂലിൽ കിടക്കുന്ന മുത്ത് പോലെ ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ട് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലിട്ട് തന്നത് സർവേശ്വരനാ. ആ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായാൽ ഇവിടെ ആരെയും തകർക്കണ്ട എന്ന, സ്വയം വിജയിക്കണമെന്നും കൂടെ നിൽക്കുന്നവരെ വിജയിപ്പിക്കണമെന്ന ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമ്മുടെ വഴികളെ തടസ്സം വരാത്ത രീതിയിൽ നമ്മൾ ആരെയും പ്രയാസപ്പെടുത്താതിരിക്കുക, ഒരാൾക്കുടെ ട്രാക്ക് നമ്മൾ മേടിക്കാതിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക, സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, രാഷ്ട്രത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സർ, താങ്ക് യു. വളരെ ഭംഗിയായി
നമുക്ക് ഫോളോ അപ്പ് ആണ് ഈ ബിസിനസ്സിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടത് എന്ന് നമുക്ക് വളരെ ലളിതവും ഭംഗിയായി യൂനിസ് സാർ പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.